നിങ്ങൾ എന്തിനാണ് അയാളെ ഇങ്ങനെ പരിഹസിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അയാളെ അവഗണിക്കുന്നത്? സ്വന്തം ടീമിലെ സഹതാരങ്ങൾ പോലും അയാൾ അവഗണിക്കുന്നത് കണ്ടപ്പോൾ അതെത്ര ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അയാളുടെ അവസാന യൂറോ കപ്പും കളിച്ച് നിരാശയോടെ മടങ്ങുമ്പോൾ പോലും അയാൾ പോർച്ചുഗൽ എന്ന ജനതയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തത് നിങ്ങൾ മറന്നുപോയോ? ലൂയിസ് ഫിഗോയും റോയി കോസ്റ്റയും യുസേബിയോയുമെല്ലാം ഉണ്ടായിട്ട് പോലും ഒന്നുമില്ലാതിരുന്നൊരു രാജ്യത്തിന് ഒരു ട്രോഫിയെങ്കിലും നേടിക്കൊടുത്തത് അയാൾ മാത്രമായിരുന്നു. ഫുട്ബോളിൽ അത്രോളമില്ലാത്തൊരു രാജ്യത്തെ ഇന്ന് ലോക ഫുട്ബോൾ അറിയപ്പെടുന്നൊരു രാജ്യമാക്കി മാറ്റിയത് അയാളുടെ കളിമികവ് കൊണ്ടല്ലേ? അതെ, ഒരു ജനതയുടെ രാജാവായിരുന്നു അയാൾ, ഒരു ജനതയുടെ രക്ഷകനായിരുന്നു അയാൾ, ഒരു ജനതയുടെ എല്ലാമായിരുന്നു അയാൾ. അതേ ആളെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ എന്തൊരു നിരാശയുള്ള കാര്യമാണ്. ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പ്രത്യേകിച്ച് പോർച്ചുഗൽ ദേശീയ ടീമിനൊപ്പം വിജയങ്ങളും വെല്ലുവിളികളും നിറഞ്ഞൊരു കരിയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അപാരമായ കഴിവുകളോടെയും അക്ഷീണമായ നിശ്ചയദാർഢ്യത്തോടെയും ലോകവേദിയിൽ തൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക ഉയർച്ചയുടെ ഒരു കഥ അയാൾ പടുത്തുയർത്തുന്നുണ്ട്. വെറും 19 വയസ്സുള്ളപ്പോൾ പോർച്ചുഗലിനെ ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് റൊണാൾഡോയാണെന്ന് നിങ്ങൾ ഓർത്തു പോകണം. അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസിൻ്റെ ഇടയിലും പോർച്ചുഗൽ ഗ്രീസിനോട് 1-0 എന്ന അത്ഭുതകരമായ തോൽവി ഏറ്റുവാങ്ങുമ്പോഴും അന്ന് അയാളുടെ പെർഫോമൻസ് ആയിരുന്നു പോർച്ചുഗൽ ആരാധകരെ ആനന്ദിപ്പിച്ചത്. 2006 ഫിഫ ലോകകപ്പിലെ റൊണാൾഡോയുടെ പ്രകടനം ആഗോള സൂപ്പർ സ്റ്റാർ എന്ന പദവി കൂടുതൽ ഊട്ടിയുറപ്പിച്ചു. പോർച്ചുഗൽ സെമിയിലെത്തിയെങ്കിലും ഫ്രാൻസിനോട് തോൽക്കാനായിരുന്നു അന്ന് റോണയുടെയും പോർച്ചുഗലിൻ്റെയും വിധി. ക്ലബ്ബ് ഫുട്ബോളിൽ ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടും റൊണാൾഡോ പലപ്പോഴും പ്രധാന അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ നിരാശ നേരിട്ടിരുന്നു. 2010 ലോകകപ്പിലും 2012 യൂറോയിലും പോർച്ചുഗലിന് സെമി ഫൈനലിനപ്പുറത്തേക്ക് മുന്നേറാൻ കഴിയാതെ പോയത് റൊണാൾഡോ തൻ്റെ ടീമിൻ്റെ പ്രതീക്ഷകളുടെ ഭാരം പ്രകടമായി തന്നെ വഹിച്ചിരുന്നു. ദേശീയ ടീമിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശവും പ്രതിബദ്ധതയും പ്രകടമായിരുന്നു. പക്ഷേ ഒരു പ്രധാന അന്താരാഷ്ട്ര ട്രോഫിയുടെ അഭാവം പലപ്പോഴും അദ്ദേഹത്തെ നിരാശപ്പെടുത്തി. അങ്ങനെയാണ് 2016 യൂറോയിലൂടെ ആ ചരിത്രം പിറക്കുന്നത്. ഫേവറേറ്റുകളിൽ ഇല്ലാതിരുന്ന ടീമിനെ നയിച്ച റൊണാൾഡോ ആതിഥേയ രാജ്യമായ ഫ്രാൻസിനെതിരെ ഫൈനലിലെത്തിക്കാൻ പോർച്ചുഗലിനെ സഹായിച്ചത് അവരുടെ രാജാവായ റോണോ തന്നെയായിരുന്നു. ഫൈനൽ മത്സരത്തിൽ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെയും വേദനയുടെയും സമ്മിശ്രമായിരുന്നു. പരിക്കിനാൽ വലഞ്ഞിട്ടും അദ്ദേഹം കളി തുടർന്നു. പക്ഷേ ഒടുവിൽ അയാൾക്ക് പരിക്ക് പറ്റിക്കൊണ്ട് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ പുറം പോകുന്നുണ്ട്. അതവനെ കണ്ണീരിലാഴ്ത്തി. എന്നിരുന്നാലും സൈഡ് ലൈനുകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വവും എക്സ്ട്രാ ടൈമിൽ ടീമിൻ്റെ തുടർന്നുള്ള വിജയവും റൊണാൾഡോക്ക് തൻ്റെ ആദ്യത്തെ മേജർ ട്രോഫി നേടാനായി. അതിനാൽ തന്നെ അവരുടെ രാജകുമാരനായി അവൻ മാറി. Fearful of no one, better than almost everyone. വ്യക്തിപരമായ വേദനകൾക്കിടയിലുള്ള വിജയത്തിന്റെ ഈ നിമിഷം അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയും വഴങ്ങാത്ത മനോഭാവവും എടുത്തു കാണിച്ചിരുന്നു. 2018 റഷ്യൻ ലോകകപ്പിൽ സ്പെയിനെതിരെ അവിസ്മരണീയമായ യാത്ര അവിടം അവസാനിക്കുന്നുണ്ട്. ടീം പരാജയങ്ങളാൽ നിഴലിച്ചപ്പോഴും റോണോ എന്ന വ്യക്തിഗത മികവ് കൊണ്ട് ലോകാരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു. പോർച്ചുഗലിനൊപ്പമുള്ള റൊണാൾഡോയുടെ കരിയർ അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയുടെ തെളിവാണ്. ആവർത്തിച്ചുള്ള തിരിച്ചടികളുടെ വൈകാരികാഘാതവും തന്റെ രാഷ്ട്രത്തെ നയിക്കാനുള്ള വലിയ സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് ആക്കം കൂട്ടി. അദ്ദേഹത്തിന്റെ ദൃശ്യമായ വികാരങ്ങൾ വിജയത്തിലായാലും തോൽവിയിലായാലും ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കനാക്കി മാറ്റി. Greenwood had a pop, Woodman spelt it, and guess who's there? Close your eyes, and he never went away. Without so much as a by your leave, Cristiano Ronaldo has stolen. അതെ റോണോ, നിങ്ങളുടെ നല്ല കാലം അവസാനിച്ചു എന്നറിയാം. 39 വയസ്സായില്ലേ? ഇനിയും കളിക്കുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷേ നിങ്ങൾ ആ നല്ല കാലത്തിൽ നേടിയ നേട്ടങ്ങളെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് ഓർക്കാനുള്ളത്രത്തോളമുണ്ട്. നിങ്ങളെ വെറുക്കുന്നവർ വെറുക്കട്ടെ, നിങ്ങളെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിങ്ങളെ അവഗണിക്കുന്നവർ അവഗണിക്കട്ടെ, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഈ ലോക ഫുട്ബോൾ ഉണ്ടാക്കിയോളം ഞങ്ങൾക്കൊരിക്കലും മറക്കാനാകില്ല.
നിങ്ങൾ പോർച്ചുഗൽ എന്ന രാജ്യത്തെ ലോക ഫുട്ബോളിന്റെ ഉയർച്ചയിലേക്ക് എത്തിച്ചതിൽ നിങ്ങൾ വഹിച്ച പങ്ക് ഞങ്ങൾ ഒരിക്കലും മറന്നു കാണില്ല. ഇനി നിങ്ങൾ ഫുട്ബോളിനോട് വിട പറയുന്ന കാലം വിദൂരമല്ല എന്നറിയാം. പക്ഷേ നിങ്ങൾ ഫുട്ബോളിനോട് വിട പറഞ്ഞാലും നിങ്ങളാൽ ആനന്ദിക്കപ്പെട്ട ഓർമ്മകളെ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. കാരണം നിങ്ങളൊരു ഇതിഹാസമാണ്.